Alhamdulillahi Rabbil Alameen. Nahmaduhu wa nasta'inuhu wa nastaghfiruh. Wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين. പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ സഹോദരികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങളോട് ഓരോരുത്തരോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്കേറെ ഇഷ്ടമുള്ള പവിത്രമായ ദിനങ്ങളിലൂടെയാണ് ലോകത്തുള്ള വിശ്വാസികൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ദുൽഹിജ്ജ മാസത്തിൻ്റെ അനുഗ്രഹീതമായ ഒരു പകലിലാണ് നമ്മൾ ഈ പള്ളിയിൽ ഒരുമിച്ചിരിക്കുന്നത്. അല്ലാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ലോകത്തുള്ള അനേകായിരം മനുഷ്യർ പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി മക്കയിൽ എത്തിച്ചേർന്ന സന്ദർഭമാണിത്. നമ്മുടെ കലണ്ടർ പ്രകാരം ദുൽഹിജ്ജ 4 1-2 ദിവസങ്ങൾ കൂടെ കഴിഞ്ഞാൽ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ ആരംഭിക്കും. ദുൽഹിജ്ജ 8 മുതൽ 13 വരെയുള്ള ദിവസങ്ങളിൽ വിശ്വാസികൾ പരിശുദ്ധമായ മക്കയിലും മിനയിലും മുസ്ദലിഫയിലും അറഫയിലും ജംറയിലുമൊക്കെയായി ഹജ്ജിൻ്റെ കർമ്മങ്ങൾ പൂർത്തീകരിക്കും. അതൊരു വലിയ സൗഭാഗ്യമാണ്. ഹജ്ജിൻ്റെ ഈ സന്ദർഭത്തിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട ഓർമ്മകളും ചരിത്രങ്ങളും വിശ്വാസികൾ ഓർത്തുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഒരുപക്ഷെ ഹജ്ജിന് പോകാത്ത, ഹജ്ജിന് അവസരം കിട്ടിയിട്ടില്ലാത്ത ആളുകൾ നമ്മുടെയൊക്കെ ഇടയിലുണ്ട്. അത്തരം ആളുകൾ ഹജ്ജുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ഏതാനും ചില കാര്യങ്ങളാണ് ഇന്നത്തെ ഖുതുബയിലൂടെ ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ സഹോദരികളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്.
ഞാൻ ഓതി വെച്ചത് വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്ത് ആലു ഇമ്രാനിലെ 97-ാമത്തെ ആയത്താണ്. ആയത്തിൻ്റെ ആരംഭത്തിൽ തന്നെ അള്ളാഹു പറയുന്നത് ഫീഹി ആയാത്തും ബയ്യിനാത്തുൻ മഖാമു ഇബ്രാഹിം വമൻ ദഖലഹു കാന ആമിന വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്ത് മൻ ഇസ്തതാഅ ഇലൈഹി സബീല. ഹജ്ജുമായി ബന്ധപ്പെട്ട് ഓരോ വിശ്വാസിയും അനിവാര്യമായും പഠിക്കേണ്ട ഒരു ആയത്താണിത്. അള്ളാഹു പറയുന്നത് ഫീഹി ആയാത്തുൻ, അതിൽ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുണ്ട്. ഫീഹി ആയാത്തുൻ ബയ്യിനാത്തുൻ മഖാമു ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിന്ന സ്ഥലം അവിടെയുണ്ട്, അതിൽ വ്യക്തമായ ദൃഷ്ടാന്തമുണ്ട്. അവിടെ ആരെങ്കിലും പ്രവേശിക്കുന്നുണ്ട് എങ്കിൽ അവൻ നിർഭയനായിരിക്കുന്നു. ഫീഹി ആയാത്തുൻ ബയ്യിനാത്തുൻ മഖാമു ഇബ്രാഹിം വമൻ ദഖലഹു കാന ആമിൻ, അവൻ നിർഭയനായിരിക്കും. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പറയുന്ന മക്കയുമായി ബന്ധപ്പെട്ട, പരിശുദ്ധ ഹറമുമായി ബന്ധപ്പെട്ട ഏതാനും കാര്യങ്ങളാണ്. ആ ഹറമിൽ ദൃഷ്ടാന്തമുണ്ട്, ആയാത്തുകളുണ്ട്. ഒന്നല്ല, ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ പരിശുദ്ധമായ മക്കയിലുണ്ട്. അത് ഹിജറുണ്ട്, അതേപോലെ തന്നെ മഖാമു ഇബ്രാഹിം ഉണ്ട്, സംസമുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പം അള്ളാഹുവിൻ്റെ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുള്ള സ്ഥലമാണ് പരിശുദ്ധമായ മക്ക എന്ന് ഈ ആയത്തിലൂടെ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നത് വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്ത് മൻ ഇസ്തതാഅ ഇലൈഹി സബീല. ആ മന്ദിരത്തിൽ എത്തിച്ചേരാൻ കഴിവുള്ള മനുഷ്യർ അതിലേക്ക് ഹജ്ജ് തീർത്ഥാടനം നടത്തൽ അവർക്ക് അള്ളാഹുവോടുള്ള ബാധ്യതയാണ്. ഇത് പറയാനാണ് ഞാൻ ഈ ആയത്ത് ഉദ്ധരിച്ചത്. എന്താ അള്ളാഹു പറയുന്നത്? വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്ത് മൻ ഇസ്തതാഅ ഇലൈഹി സബീല. സാധിക്കുന്ന ആളുകൾ, കഴിവുള്ള ആളുകൾ എന്ത് ചെയ്യണം? ആ പരിശുദ്ധമായ കഅബാലയത്തിൻ്റെ സമീപത്തേക്ക് ഹജ്ജ് ചെയ്യാൻ വരണം. അതാണ് ഈ ആയത്തിൻ്റെ മർമ്മം. അതാണ്. അപ്പം അള്ളാഹു നമ്മോട് പറയുന്ന വാചകം എന്താണ്? വിശ്വാസികളെ, പരിശുദ്ധമായ മക്കയിൽ അതേപോലെ തന്നെ ഹറമിൽ അവിടെയുള്ള ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. ആ ദൃഷ്ടാന്തങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തി അള്ളാഹു പറഞ്ഞു കഴിവുള്ള ആളുകൾ എന്ത് ചെയ്യണം? അവർ ഹജ്ജ് ചെയ്യാൻ വേണ്ടി മക്കയിലേക്ക് വരണം. ഇത് അള്ളാഹിൻ്റെ കൽപ്പനയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല സാധിക്കുന്ന ആളുകൾക്ക് മൻ ഇസ്തതാഅ ഇലൈഹി സബീല, സാധിക്കുന്ന ആളുകളുടെ മേൽ നിർബന്ധമാക്കിയ കർമ്മമാണ് ഹജ്ജ് എന്നുള്ളത്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഇബാദത്തുകൾ പോലെയല്ല, അതിന് ചില പ്രത്യേകതകളുണ്ട്. നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഷഹാദത്ത് കലിമയുമായി ബന്ധപ്പെട്ട ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങൾ പഠിപ്പിക്കുമ്പോൾ നബി പറഞ്ഞു ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ. ഇസ്ലാം 5 തൂണുകളിൽ നിർമ്മിതമാണ്. ഇസ്ലാം 5 തൂണുകളിലാണ് ഉണ്ടായിട്ടുള്ളത്. അതിലൊന്ന് ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് വ ഇഖാമിസ് സ്വലാ വ ഈതാഇസ് സകാ വസ്സകാ വൽ ഹജ്ജ് വ സൗമി റമളാൻ. വ്യത്യസ്തമായ റിവായത്തുകൾ സക്കാത്തിനെയും നോമ്പിനെയും ഒക്കെ മാറി മാറി പറഞ്ഞിട്ടുണ്ട്. ഈ 5 കാര്യങ്ങൾ നമുക്കറിയാം. ഇതാണ് ഇസ്ലാമിൻ്റെ അർക്കാൻ. ഷഹാദത്ത് കലിമ, നമസ്കാരം, സക്കാത്ത്, നോമ്പ്, അല്ലെങ്കിൽ നോമ്പ് സക്കാത്ത്, 5-ാമതായി ഹജ്ജ്. ഈ 5 കാര്യങ്ങൾ ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ മേൽ നിർബന്ധമായ ബാധ്യതയാണ്. അപ്പം നമസ്കരിക്കുന്ന വിശ്വാസമുള്ള ഒരാൾ നിസ്കരിക്കണം, നിസ്കരിക്കുന്ന ഒരാൾ നോമ്പ് നോൽക്കണം, നോമ്പ് നോൽക്കുന്ന ഒരാൾ എന്ത് ചെയ്യണം? അയാൾ സക്കാത്ത് കൊടുക്കാൻ കഴിവുള്ളവനാണ് എങ്കിൽ സക്കാത്ത് കൊടുക്കണം, നോമ്പ് നോൽക്കാൻ ശേഷിയുള്ളവനാണ് എങ്കിൽ നോമ്പ് നോൽക്കണം. ഈ 4 കാര്യങ്ങളും ചെയ്യുന്ന ഒരാൾ, അയാൾക്ക് സാധിക്കുമെങ്കിൽ, അയാൾക്ക് കഴിയുമെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? അയാൾ ഹജ്ജ് ചെയ്യണം. ഇല്ല എങ്കിലോ അയാളുടെ ഇസ്ലാം പൂർണ്ണമല്ല. കഴിവുണ്ടായിട്ട് ഒരാൾ ഹജ്ജ് ചെയ്തിട്ടില്ല എങ്കിൽ അയാൾ കുറ്റക്കാരനാണ്. അപ്പോൾ ഒരു കാരണമല്ലാതെ ഒരാൾ നിസ്കാരം ഒഴിവാക്കിയ ഒരാളുടെ വിധി എന്താ? നബി പറഞ്ഞു അല്ലാഹുദല്ലദീ ബൈനനാ വ ബൈനകുമുസ്സലാ ഫമൻ തറകഹ ഫഖദ് കഫറ. അവൻ അവിശ്വാസിയാണ്. നിസ്കരിക്കാത്തൊരു മനുഷ്യൻ മുസ്ലിം അല്ല, അവൻ അവിശ്വാസിയാണ്. നിസ്കരിക്കാൻ കഴിവുണ്ടായിട്ടും നിസ്കരിച്ചില്ലെങ്കിൽ അവിശ്വാസിയാണ്. അതേപോലെ ഹജ്ജ് ചെയ്യാൻ കഴിവുണ്ടായിട്ടും ഹജ്ജ് ചെയ്യാത്ത ആളുടെ ഇസ്ലാം എന്തല്ല? പൂർണ്ണമല്ല. അയാൾക്ക് കുറ്റം കിട്ടും, അതിൽ സംശയമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അയ്യുഹന്നാസ് ഖദ് ഫറളല്ലാഹു അലൈക്കുമുൽ ഹജ്ജ ഫഹുജ്ജു. അള്ളാഹു നിങ്ങളുടെ മേൽ ഹജ്ജ് നിർബന്ധമാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഹജ്ജ് ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പോൾ അത് നിർബന്ധമായ കൽപ്പനയാണ്. മറ്റൊരു ഹദീസിൽ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു തഅജ്ജലു ഇലൽ ഹജ്ജ്. ഹജ്ജിലേക്ക് നിങ്ങൾ ധൃതി കാണിക്കണം. തഅജ്ജലു, അജലത്ത് എന്ന് പറഞ്ഞാൽ ധൃതി കാണിക്കുന്നതാണ്. തഅജ്ജലു ഇലൽ ഹജ്ജ്, ഹജ്ജിലേക്ക് നിങ്ങൾ ധൃതി കാണിക്കണം. യാനി അൽ ഫരീദ, അഥവാ നിർബന്ധമായ ഹജ്ജ്. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു മനുഷ്യൻ്റെ മേൽ
ആയുസ്സിൽ ഒരിക്കൽ നിർബന്ധമായ കർമ്മമാണ് ഏത്? ഹജ്ജ് എന്നുള്ളത്. അതാണ് ഹജ്ജിന്റെ പ്രത്യേകത. നിസ്കാരം എന്ന് പറഞ്ഞാൽ മരിക്കോളം നിസ്കരിക്കണം, മരിക്കോളം നിസ്കരിക്കണം. നോമ്പ് എന്ന് പറഞ്ഞാൽ ശേഷിയുള്ള ഒരാൾ മരണം വരെ അയാൾ നോമ്പ് നോൽക്കണം, മരിക്കുന്നത് വരെ അയാൾ നോമ്പ് നോൽക്കണം. സക്കാത്ത് സമ്പത്തുള്ളിടത്തോളം കാലം ഒരാൾ എന്ത് ചെയ്യണം? അയാൾ സക്കാത്ത് കൊടുത്തുകൊണ്ടേയിരിക്കണം. എന്നാൽ ഹജ്ജ് അങ്ങനെയല്ല. ഹജ്ജ് ഒരാളുടെ മേൽ നിർബന്ധമാകുന്നത് ജീവിതത്തിൽ ഒരിക്കൽ മാത്രമാണ്. നിർബന്ധമാകുന്നത് ഒരിക്കൽ. അതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, തഅജ്ജലു ഇലൽ ഹജ്ജ് യഅനി അൽ ഫരീള, നിർബന്ധമായ ഹജ്ജ്. എന്നാൽ രണ്ടാമതൊരാൾക്ക് ഹജ്ജ് ചെയ്തുകൂടെ? ചെയ്യാം. അത് നിർബന്ധമല്ല, അയാൾക്ക് സുന്നത്താണ്. 2, 3, 4 തവണയൊക്കെ ഹജ്ജ് ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു തവണ ചെയ്യൽ എന്താ? നിർബന്ധമായ ഹജ്ജാണ്. അതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫഇന്ന അഹദകും ലാ യദ്രി മാ യഅരിദു ലഹു, ഹജ്ജ് ചെയ്യാനുള്ള കഴിവുണ്ടായിട്ട് ഹജ്ജ് ചെയ്യുന്നില്ല, നിർബന്ധമായ ഹജ്ജ് ചെയ്യുന്നില്ല. അയാൾക്കറിയില്ല നാളെന്താ സംഭവിക്കുക. ഒരുപക്ഷെ ഇന്നുള്ള സമ്പത്ത് നാളെ നഷ്ടപ്പെടാം, ഇന്നുള്ള സൗകര്യങ്ങൾ നാളെ നഷ്ടപ്പെടാം. അതുകൊണ്ട് തന്നെ ഒരാൾ എന്ത് ചെയ്യണം? വേഗം ഹജ്ജ് ചെയ്യണം എന്നുള്ളതാണ്. ഈ ഖുതുബ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളോട് സഹോദരികളോട് ഏറ്റവും പ്രാധാന്യത്തോടു കൂടെ പറയാനുള്ളത്, നമ്മുടെ കയ്യിൽ ശാരീരികമായി സാമ്പത്തികമായി മാനസികമായി ഹജ്ജ് ചെയ്യാനുള്ള അവസ്ഥ എത്തിയാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പിന്തിക്കാൻ പാടില്ല, നമ്മൾ വേഗം ഹജ്ജ് ചെയ്യണം. വേഗം ഹജ്ജ് ചെയ്യണം, അത് നിർബന്ധമാണ്. സാധാരണ ആളുകളുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്, ഹജ്ജ് എന്ന് പറഞ്ഞാൽ കുറേ വയസ്സായിട്ട് ചെയ്യേണ്ട ഒരു ഇബാദത്താണെന്നാണ്, പ്രായം ചെന്നാൽ ചെയ്യേണ്ട ഒരു ഇബാദത്തായിട്ടാണ് പല ആളുകൾ ഹജ്ജിനെ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെയല്ല. ഇസ്ലാമിലെ മറ്റു ഇബാദത്തുകളെ അപേക്ഷിച്ച് ആരോഗ്യം ആവശ്യമുള്ള, ത്വാഖത്ത്, കഴിവ്, ശേഷി ആവശ്യമുള്ള ഒരു ഇബാദത്ത് ഹജ്ജാണ്. നിസ്കാരം ഏത് പ്രായത്തിലുള്ള ആൾക്കും നിസ്കരിക്കാൻ പറ്റും, അയാൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇനി അയാൾക്ക് നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക? അയാൾക്ക് ഇരുന്ന് നിസ്കരിക്കുക, കടന്ന്, അങ്ങനെ ഒരുപാട് ഇളവുണ്ട്. നോമ്പ് ശേഷിയുള്ള ആളുകൾക്ക്, ശേഷിയില്ലാത്ത ആളുകൾക്ക് അയാൾക്ക് ഒഴിവാക്കാം, അയാൾക്ക് ഒഴിവാക്കാം. അയാൾക്ക് പകരം എന്ത് ചെയ്യുക? ഫിദിയ കൊടുക്കാൻ ഓപ്ഷൻ ഉണ്ട്. എന്നാൽ ആരോഗ്യമുള്ള സമയത്ത് ഒരാൾ ഹജ്ജ് ചെയ്തില്ല, അകാരണമായി ഹജ്ജ് ചെയ്തില്ല, അയാൾക്ക് സമ്പത്തും സൗകര്യം ഒക്കെ ഉണ്ടായില്ല, ഹജ്ജ് അയാൾ കുറ്റം കിട്ടുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഹജ്ജ് എന്ന് പറയുന്ന ഇബാദത്തിന് ആരോഗ്യം ആവശ്യമുണ്ട്. കാരണം എന്താ? ഹജ്ജിന്റെ ഓരോ കർമ്മങ്ങൾ എടുത്തു നോക്കൂ നിങ്ങൾ. ഹജ്ജ് മീഖാത്തിൽ ഇഹ്റാമിൽ പ്രവേശിക്കണം, അവിടെ നിന്നാണ് ഹജ്ജിന്റെ തുടക്കം. തമത്വായാണ് ഹജ്ജ് ചെയ്യുന്നത് എങ്കിൽ അവർ ഉംറയ്ക്ക് വേണ്ടി മീഖാത്തിൽ നിന്ന് ഇഹ്റാമിൽ പ്രവേശിക്കും, ഉംറ ചെയ്യും. ഉംറ ചെയ്ത് എന്ത് ചെയ്യും? അവർ തഹല്ലുലാകും, എന്നിട്ട് ഹജ്ജിന് വേണ്ടി കാത്തിരിക്കും. ദുൽഹിജ്ജ 8 അന്ന് എവിടെയാണോ അവരുള്ളത് അവിടെ വെച്ച് അവരെന്ത് ചെയ്യും? ഹജ്ജിന് വേണ്ടി ഇഹ്റാം ചെയ്യും, ഹജ്ജിന്റെ നിയ്യത്ത് ചെയ്ത് ഹജ്ജിലേക്ക് പ്രവേശിക്കും. തൊട്ടടുത്ത ദിവസം അവർ മിനയിലേക്ക് പോകും. മിനയിൽ ദുൽഹിജ്ജ 8 അവർ രാപ്പാർക്കും. ദുൽഹിജ്ജ 9 അന്ന് രാവിലെ അറഫയിലേക്ക് പോകും. അറഫയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ, സൂര്യാസ്തമയം വരെ അവിടെ കഴിച്ചുകൂട്ടും. സൂര്യൻ അസ്തമിച്ച ഉടൻ അവിടുന്ന് എന്ത് ചെയ്യും? മുസ്ദലിഫയിലേക്ക് പോകും. ഇതൊരു ചെറിയ യാത്രയല്ല. ഈ പറയുന്ന ഓരോ കർമ്മങ്ങൾക്കും ആരോഗ്യം ആവശ്യമുണ്ട്. മിനയിൽ നിന്ന് അറഫയിലേക്ക് പോകാൻ, അറഫയിൽ നിൽക്കാൻ, അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് പോകാൻ, മുസ്ദലിഫയിൽ രാപ്പാർക്കാൻ, മുസ്ദലിഫയിൽ നിന്ന് മിനയിലേക്ക് മടങ്ങാൻ, മിനയിൽ നിന്ന് ജംറകളിൽ പോയി കല്ലെറിയാൻ, ജംറകളിൽ കല്ലെറിഞ്ഞതിന് ശേഷം തവാഫ് ചെയ്യാൻ, ഇതിനൊക്കെ ത്വാഖത്ത് വേണം, ആരോഗ്യം ആവശ്യമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ ഹജ്ജ് എന്ന് പറയുന്ന ഇബാദത്തിന് ആരോഗ്യം ആവശ്യമാണ്, ത്വാഖത്ത് ആവശ്യം. അതുകൊണ്ട് തന്നെ ഹജ്ജ് ചെയ്യാൻ വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കേണ്ട ഏറ്റവും നല്ല സമയം ഏതാ? നമുക്ക് ഏറ്റവും ആരോഗ്യമുള്ള സമയത്ത് എന്ത് ചെയ്യണം? നമ്മുടെ കയ്യിൽ സാമ്പത്തിക ശേഷി ഉണ്ട് എങ്കിൽ അയാൾ ഹജ്ജ് ചെയ്യണം. അത് ഈ ഖുത്ബകൾക്ക് എല്ലാവരും ആ ഒരു അർത്ഥത്തിൽ അതിനെ കാണണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അലി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്. ഈ ഹദീസിനെ കുറിച്ച് പണ്ഡിത ലോകത്ത് പല ചർച്ചകളുണ്ട്. ചില ആളുകൾ അതിലെ ദുർബലത പറഞ്ഞു, പക്ഷെ മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും ഇത് ഉദ്ധരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ മിമ്പറിൽ വെച്ചത് പറയുന്നത്. എന്താണ് ഈ ഹദീസിന്റെ ആശയം? എന്താണ്? അലി റളിയല്ലാഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ മലക സാദൻ വറാഹിലതൻ തുബല്ലിഹു ഇലാ ബൈത്തില്ലാഹി വലം യഹുജ്. ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഭക്ഷണവും യാത്രാ സൗകര്യവും അയാൾക്കുണ്ട്. അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഭക്ഷണമുണ്ട്, യാത്രാ സൗകര്യം അയാൾക്കുണ്ട്. എന്നിട്ടവൻ ഹജ്ജ് ചെയ്തില്ല, ഹജ്ജ് ചെയ്യാതിരിക്കുകയാണ് എങ്കിൽ ഫല അലൈഹി അൻ യമൂത യഹൂദിയൻ ഔ നസ്രാനിയൻ, അവൻ മരിക്കുന്നത് യഹൂദി ആയിട്ടാണ് അല്ലെങ്കിൽ നസ്രാനി ആയിട്ടാണെന്നാ. നഊദു ബില്ലാഹി, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നോക്കൂ നിങ്ങൾ, ഈ ഒരൊറ്റ ഹദീസ് മതി. ഹജ്ജ് ചെയ്യാതെ പിന്തിക്കുന്ന ആളുകൾ അവരെത്രമാത്രം ഗൗരവമായ കുറ്റമാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ ഹദീസ് മതി. ഹജ്ജ് ചെയ്യാനുള്ള ശേഷി ഉണ്ടായിട്ട് അത് ചെയ്യാതിരിക്കുക. ഒരുപക്ഷെ നമ്മളിൽ മഹാഭൂരിപക്ഷം ആളുകൾക്കും കുറേ മനുഷ്യന്മാർക്ക്, എല്ലാവർക്കും ഞാൻ പറയുന്നില്ല, ഒന്ന് വിചാരിച്ചാൽ, ഒന്ന് ശ്രമിച്ചാൽ ഹജ്ജ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട്. നമ്മൾ അതിനുവേണ്ടി പല ആൾക്കാർ ഒരുങ്ങാറില്ല, ഹജ്ജ് ചെയ്യാൻ വേണ്ടി ഒരുങ്ങാറില്ല. ഹജ്ജ് ചെയ്യാനുള്ള അത് പൈസ ഉണ്ടെങ്കിൽ മാത്രം ചെയ്യുക എന്നൊരവസ്ഥയിലേക്ക്, പണം ഉണ്ടെങ്കിൽ ചെയ്യാം എന്ന ഒരു ചിന്തയിലേക്കാണ് പല ആൾക്കാരും എന്ത് ചെയ്യാറുള്ളത്? ഹജ്ജിനെ കാണാം. ഞാൻ പറഞ്ഞത് ഹജ്ജിന് വേണ്ടി നമ്മൾ ഒരുങ്ങണം എന്നുള്ളതാണ്.
ഹജ്ജിന് വേണ്ടി നമ്മൾ തയ്യാറാകണം. ഒരു നല്ല പ്രായത്തിൽ തന്നെ ഹജ്ജ് ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാകണം. എൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഹജ്ജിന് പോയി. അള്ളാഹു അദ്ദേഹത്തിന് മഖ്ബൂലായ ഹജ്ജ് ചെയ്യാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. വളരെ ചെറിയ പ്രായമാണ്. അപ്പം ആ പ്രായത്തിൽ ഒരാളെ ഹജ്ജിൻ്റെ എന്താ പറയുക, അതിൻ്റെ കൊച്ചിയിൽ വെച്ച് അതിൻ്റെ ഹജ്ജ് ക്യാമ്പിൽ വെച്ച് ഒരു പണ്ഡിതൻ അദ്ദേഹത്തെ കണ്ട സമയത്ത് ആ പണ്ഡിതൻ എന്നെ വിളിച്ചു. ഞങ്ങൾ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് വലിയ സന്തോഷം. അദ്ദേഹം പറഞ്ഞ ചെറിയൊരു പ്രായമായ ഒരാൾ ഇത്രമാത്രം താല്പര്യത്തോടുകൂടെ ഹജ്ജ് ചെയ്യാൻ വേണ്ടി വന്നതിനെ അദ്ദേഹം വല്ലാതെ പ്രശംസിക്കണ്ടായി. നോക്കൂ നിങ്ങൾ, ഇതാണ് നമ്മുടെ മാതൃക എന്ന് പറയും. നമ്മളൊരു ചെറിയ പ്രായത്തിൽ തന്നെ സാധിക്കുമെങ്കിൽ എന്ത് ചെയ്യണം? വേഗം ഹജ്ജ് ചെയ്യാൻ തയ്യാറാകണം. സാമ്പത്തികമായി കഴിവുണ്ട് എങ്കിൽ വളരെ പെട്ടെന്ന് ഹജ്ജ് ചെയ്യാനുള്ള ശ്രമം നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ ഇത് ഓർമ്മയാക്കണം. പ്രത്യേകിച്ച് പ്രവാസ ലോകത്തുള്ള സൗദി അറേബ്യയിലൊക്കെ ജീവിക്കുന്ന കുറേ മനുഷ്യന്മാരുണ്ട്. സൗദി അറേബ്യയിൽ ജീവിക്കുന്ന കുറേ ആൾക്കാർ, അവിടെ ജീവിക്കാൻ അവസരം ഉണ്ടായിട്ടും 10, 15, 20 വർഷം അവിടെ താമസിക്കാൻ അവസരം ഉണ്ടായിട്ടും ഹജ്ജ് ചെയ്യാത്ത ആൾക്കാരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ നിന്ന് ഹജ്ജിന് പോണ പോലെ നല്ല, നമ്മുടെ നാട്ടിൽ നിന്ന് ഹജ്ജിന് പോകാൻ ഒരു വലിയ സംഖ്യ ആവശ്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. എന്നാൽ സൗദി അറേബ്യയിൽ അത്ര വലിയ ചെലവില്ല എന്നല്ല, ചെലവുണ്ട്. ഇപ്പം ഞങ്ങളൊക്കെ അവിടെ ജീവിച്ച ആൾക്കാരാണ്. അവിടുത്തെ അവസ്ഥകൾ നന്നായിട്ട് അറിയാൻ പറ്റും. ഹജ്ജുമായി ധാരാളം ബന്ധപ്പെടാൻ അവസരം കിട്ടിയ ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്കത് കൃത്യമായിട്ട് അറിയാം. സാമ്പത്തികമായ ചെലവ് എങ്കിലും ഒന്ന് ശ്രമിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? ഹജ്ജ് ചെയ്യാൻ പറ്റും, ഒന്ന് വിചാരിച്ചാൽ. അതുകൊണ്ട് പ്രവാസികളായ മക്കൾ സൗദി അറേബ്യയിൽ, അതേപോലെ തന്നെ ഖത്തറിൽ, ബഹ്റൈനിൽ, ദുബായിലൊക്കെ ഉള്ള മക്കളുള്ള ആൾക്കാരോട് ചോദിക്കണം, നിങ്ങൾ എന്തേ ഹജ്ജ് ചെയ്യാത്ത ആൾക്കാരാണ് എങ്കിൽ അത് നമ്മൾ അന്വേഷിക്കണം. എന്നിട്ട് അവരോട് ഹജ്ജ് ചെയ്യാൻ എന്ത് ചെയ്യണം? അവരെ നമ്മൾ ഓർമ്മപ്പെടും. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാറുണ്ട്, ഹജ്ജ് ചെയ്യാൻ സാമ്പത്തിക ശേഷി ഉണ്ടായിട്ടും അത് നിർവഹിക്കാത്തവർ ആരൊക്കെയുണ്ടെന്ന് നോക്കാൻ വിവിധ നാടുകളിലേക്ക് ആളുകൾ അയക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഉമർ അമീർ മുഅ്മിനീനാണ്, ഭരണാധികാരിയാണ്. അദ്ദേഹം പറയാണ്, ഞാൻ ഭരിക്കണ ഈ കാലഘട്ടത്തിൽ എൻ്റെ ഭരണത്തിൻ്റെ കീഴിലുള്ള ആളുകളുടെ ഇടയിലേക്ക്, വിവിധ നാടുകളിൽ താമസിക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് ഞാൻ ചില മനുഷ്യന്മാരെ പറഞ്ഞേക്കാൻ തീരുമാനിച്ചു. എന്തിനാണ്? ശേഷിയുണ്ടായിട്ടും കഴിവുണ്ടായിട്ടും അവർ ഹജ്ജ് ചെയ്യുന്നില്ല, അതെന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഹജ്ജ് ചെയ്യാത്ത ആരൊക്കെയുണ്ട് എന്ന് അന്വേഷിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ ചിന്തിച്ചു. എന്നിട്ട് അദ്ദേഹം പറയാ, അവർക്ക് ജിസിയ ചുമത്താൻ ഞാൻ ആഗ്രഹിച്ചു. ജിസിയ എന്ന് പറഞ്ഞാൽ എന്താ? അവർ ഹജ്ജ് ചെയ്യാത്തത് കാരണം അവർക്കൊരു പിഴ ചുമത്താൻ, ഗവൺമെന്റിന് ഒരു പിഴ ചുമത്താൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചു. കാരണം ശേഷി ഉണ്ടായിട്ട് അവർ ഹജ്ജ് ചെയ്യുന്നില്ല എങ്കിൽ അവർ മുസ്ലിങ്ങളല്ല. മാഹും ബി മുസ്ലിമീൻ. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു വാചകാണത്. ഇത് നമുക്കും ബാധകമാണ്. ഈ ഖുത്ബ പറയുന്ന എനിക്കും നിങ്ങൾക്കും ഇത് ബാധകമാണ്. ഹജ്ജ് ചെയ്യാൻ കഴിവുണ്ടായിട്ട് ചെയ്യുന്നില്ല എങ്കിൽ അത് ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാനിതൊരു വിമർശനാത്മകമായി പറയുന്നു, മറിച്ച് നമ്മുടെ ചിന്തയിൽ ഉണ്ടാകേണ്ട ഒരു വികാരമാണ്. ഹജ്ജ് ചെയ്യാന്നുള്ളത്, പരിശുദ്ധമായ മക്കയിൽ പോയി ഹജ്ജ് ചെയ്യാന്നുള്ളത് തേട്ടമാണ്, ആഗ്രഹമാണ് മനുഷ്യന്റെ. പക്ഷെ ആഗ്രഹത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ പലപ്പോഴും നമ്മളിൽ പല ആളുകൾക്കും സാധിക്കാറില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഹജ്ജിന് ഒരുങ്ങുക, വേഗം തയ്യാറാകുക. ഒരുപക്ഷെ നമ്മൾ ഇപ്പോഴത്തെ ഈ ഒരു കാൽക്കുലേഷനൊക്കെ നടത്തി നമുക്കൊരു ഹജ്ജ് ചെയ്യാൻ ഒരു 6 ലക്ഷം മുതൽ 8 ലക്ഷം വരെ ചെലവ് വരുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ. അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും? നമ്മുടെ സമ്പത്തിൽ നിന്ന് ഒന്ന് നമ്മൾ വിചാരിച്ചാൽ എന്തൊക്കെ പ്ലാനുകൾ, വീടുണ്ടാക്കാൻ പ്ലാൻ തയ്യാറാക്കിയ ആൾക്കാരാണ് നമ്മൾ, വാഹനം വാങ്ങാൻ പ്ലാൻ തയ്യാറാക്കിയ ആൾക്കാരാണ്, കച്ചവടത്തിന് പ്ലാൻ തയ്യാറാക്കിയ ആൾക്കാരാണ്. ഇതൊക്കെ ദുനിയാവുമായി ബന്ധപ്പെട്ടതാണ്, വേണ്ടെന്നല്ല, ഇതൊക്കെ വേണം. അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? ഹജ്ജ് ചെയ്യാൻ പ്ലാൻ ഉണ്ടാക്കണം. ഹജ്ജ് ഞാൻ എങ്ങനെ ചെയ്യുമെന്ന് ചിന്തിക്കണം. അത് പ്രായമായിട്ടല്ല, നമുക്ക് സ്വയം ആലോചിച്ച് ആ രീതിയിൽ എന്ത് ചെയ്യുക, നമുക്കത് ചെയ്യാനുള്ള ശ്രമം നമ്മൾ. മഹാനായ ഇമാം അബു ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി, ഈ ഇമാമുകളൊക്കെ ഹജ്ജ് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒത്തുവന്നാൽ ആ വർഷം തന്നെ ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞ ആൾക്കാരാണ്. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ കയ്യിൽ ഹജ്ജ് ചെയ്യാനുള്ള സമ്പത്തുണ്ടെന്ന് വിചാരിക്കും. ഒരു 10 ലക്ഷം രൂപ മാറ്റി വെക്കാൻ ശേഷിയുള്ള ഒരാൾ ഈ കൂട്ടത്തിൽ ഉണ്ടെന്ന് വിചാരിക്കും. 10 ലക്ഷം. അയാൾ ഹജ്ജിന് വേണ്ടി ശ്രമിച്ചിട്ടില്ല എങ്കിൽ അയാൾ കുറ്റക്കാരനാണ്. അയാൾ ഹജ്ജ് ചെയ്യാത്ത ആളാണ്. അയാൾ ഹജ്ജിന് വേണ്ടി ശ്രമിച്ചിട്ടില്ല. അയാൾക്ക് ഹജ്ജ് ചെയ്യാനുള്ള ഒരുപക്ഷെ അയാൾക്ക് അപേക്ഷിച്ചാൽ കുറ്റത്തിന് ഒഴിവാകും. കാരണം എന്താ? അപേക്ഷിച്ചാൽ അപേക്ഷ ലഭിക്കണം, തസ്രീഹ് ലഭിക്കണം. തസ്രീഹ് ഇല്ലാതെ ഹജ്ജ് ചെയ്യാൻ പറ്റൂല. തസ്രീഹ് എന്ന് പറഞ്ഞാൽ ഹജ്ജിനുള്ള പെർമിഷൻ, അത് കിട്ടണം. ഇപ്പോൾ ഇവിടുന്നാണെങ്കിൽ നമുക്ക് സ്വാഭാവികമായും നമ്മുടെ 2 ഓപ്ഷനാണ്. ഒന്ന് ഗവൺമെന്റ് സെക്ടറിൽ നമുക്ക് ഹജ്ജിന് പോകാം, പ്രൈവറ്റ് സെക്ടറിൽ നമുക്ക് ഹജ്ജിന് പോകാം. ഗവൺമെന്റ് സെക്ടറിൽ നമുക്ക് അപേക്ഷിക്കാം, ഒരു പക്ഷെ നമ്മളെ പരിഗണിക്കും. അങ്ങനെ നമുക്ക് കിട്ടിയാൽ അതിന് നമുക്ക് ഹജ്ജിന് പോകാം. അല്ലെങ്കിലോ പ്രൈവറ്റ് ആയിക്കൊണ്ട് പോകാൻ പറ്റും. ഈ 2 രീതിയിൽ ശ്രമം നടത്തിയില്ല ഒരാൾ. ശ്രമം നടത്തിയിട്ട് കിട്ടിയിട്ടില്ലെങ്കിലോ പ്രശ്നമില്ല, അയാൾ അധ്വാനിച്ചു, അയാൾ ശ്രമിച്ചു, അയാൾക്ക് കിട്ടിയില്ല, അയാൾക്ക് അടുത്ത തവണ ശ്രമിച്ചാൽ മതി. എന്നാൽ ഈ സമ്പത്തുണ്ടായിട്ടും സൗകര്യമുണ്ടായിട്ടും അയാൾ ഹജ്ജിന് വേണ്ടി ശ്രമിച്ചിട്ടില്ല എങ്കിൽ അയാൾ കുറ്റക്കാരനാണ്.
അതാണ് ഈ വിഷയത്തിൻ്റെ ഗൗരവം. അതുകൊണ്ടാണ് ഈ ഹജ്ജിൻ്റെ ഈ സന്ദർഭത്തിൽ ഈ ഖുത്ബ ഈ ഒരു വിഷയം ഞാൻ പറയാൻ കാരണം. അതുകൊണ്ട് തന്നെ അടുത്ത വർഷം ഹജ്ജിന് പോകാനുള്ള ത്വാക്കത്തുള്ള ആളുകൾ, ശാരീരികമായി, സാമ്പത്തികമായി, മാനസികമായി കഴിവുള്ള ആളുകൾ എന്ത് ചെയ്യണം? ഇപ്പം തന്നെ തീരുമാനിക്കുക എന്നാണ് അതിൻ്റെ അപേക്ഷ കൊടുക്കേണ്ടത്. അത് തീരുമാനിക്കുക. 2, നമ്മുടെ മക്കളോട് എന്ത് ചെയ്യുക? നമ്മൾ ഹജ്ജ് ചെയ്യാൻ അവരെ ഓർമ്മപ്പെടുത്തുക. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞത് പിന്നെ ഏതെങ്കിലും ഒരു ജീവിത സാഹചര്യങ്ങൾ മനുഷ്യന്മാർക്ക് എപ്പോഴും മാറാം. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ എപ്പോഴും മാറാം. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ലത് മുൻകൂട്ടി വേഗം ഹജ്ജ് ചെയ്യുന്നതാണ്. പ്രായം ആകട്ടെ എന്ന് വിചാരിച്ച ബേക്കൊക്കെ നിൽക്കാതെ പെട്ടെന്ന് ഹജ്ജ് ചെയ്യുന്നതാണ് ഏതൊരു മനുഷ്യനും നല്ലത് എന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മൾ ഓർമ്മപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. വലിയ പ്രതിഫലമാണ് ഹജ്ജ് ചെയ്താൽ. ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമല്ല. നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടും, സ്വർഗം ലഭിക്കുന്ന കർമ്മമാണ്. വൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. ആ ഹദീസ് മതി ഹജ്ജ് ചെയ്യാൻ. എന്താ പ്രയോഗം? എന്താ? വൽ ഹജ്ജുൽ മബ്റൂർ, മബ്റൂറായ ഹജ്ജ് അഥവാ അല്ലാഹു സ്വീകരിക്കുന്ന ഹജ്ജ്. ആ ഹജ്ജിനെ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, സ്വർഗ്ഗമല്ലാതെ അതിന് പ്രതിഫലമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ ഹജ്ജ ലില്ലാ ഫലം യർഫുദ് വലം യഫ്സുഖ് റജഅ കയൗമി വലത്തുഹു ഉമ്മുഹു എന്നാണ്. ഒരാള് പിന്നെ അള്ളാഹുവിന് വേണ്ടി അയാൾ ഹജ്ജ് ചെയ്തു. ആ ഹജ്ജിന്റെ ഇടയിൽ അനാവശ്യമായ വാക്കോ പ്രവൃത്തിയോ ഒന്നും അയാൾ ചെയ്തില്ല. ഒരു അള്ളാഹിന്റെ വജഹ് ഉദ്ദേശിച്ച് ഒരാൾ ഹജ്ജ് ചെയ്താൽ ആ മനുഷ്യൻ ഹജ്ജ് ചെയ്ത് മടങ്ങി വരുന്നത് ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെയാണ്. സുബ്ഹാനല്ലാഹ്, അത്രമാത്രം മഹത്വമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരികളെ, ഹജ്ജിന് വേണ്ടി നമ്മൾ ഒരുങ്ങുക. അള്ളാഹു നമ്മുടെ മേൽ നിർബന്ധമാക്കിയ ഒരു ഇബാദത്താണ്, ഒരു ആരാധനയാണ്. സാധിക്കുന്ന സമയത്ത് വേഗം ചെയ്യാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു അതിനുള്ള മനസ്സും അതിനുള്ള കഴിവും നമുക്ക് എല്ലാവർക്കും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹില്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആനിലെ 85-ാം അധ്യായത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വൽ യൗമിൽ മഷ്ഹൂദ് വശാഹിദിൻ വമഷ്ഹൂദ് വൽ യൗമിൽ മൗഊദ് വശാഹിദിൻ വമഷ്ഹൂദ് എന്ന ഒരു പ്രയോഗം നടത്തുന്നുണ്ട്. ഈ 2 ആയത്തുകളിൽ വാഗ്ദാനം ചെയ്യപ്പെട്ട ആ ദിവസം തന്നെയാണ് സത്യം. വൽ യൗമിൽ മൗഊദ്, വാഗ്ദാനം ചെയ്യപ്പെട്ട ആ ദിവസം തന്നെയാണ് സത്യം. വശാഹിദിൻ വമഷ്ഹൂദ്, സാക്ഷ്യം വഹിക്കപ്പെടുന്ന കാര്യം തന്നെയാണ് സത്യം എന്നൊരു പ്രയോഗമുണ്ട്. ഈ ആയത്തിനെക്കുറിച്ച് മുഫസ്സിറുകൾ വിശദീകരിക്കുമ്പോൾ അതിൽ മഷ്ഹൂദ് എന്ന പ്രയോഗം, ആ പ്രയോഗത്തെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത് അത് അറഫ ദിവസമാണ് എന്നാണ്. അത് അറഫ ദിവസമാണ്. അൽ യൗമുൽ മൗഊദ് യൗമുൽ ഖിയാമ. യൗമുൽ മൗഊദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖിയാമത്ത് നാളാണ്. വൽ യൗമുൽ മഷ്ഹൂദ് യൗമു അറഫ, അത് യൗമു അറഫയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അവിടെ ഷാഹിദിൻ വശാഹിദിൻ വമഷ്ഹൂദ് എന്നാണ്. അതിലെ ഷാഹിദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യൗമുൽ ജുമഅയാണ്, വെള്ളിയാഴ്ച ദിവസം. വളരെ വലിയ വിശദീകരണങ്ങളുള്ള ആയത്താണ്. ഞാൻ അതിലേക്ക് പ്രവേശിക്കില്ല. ഞാൻ പറഞ്ഞത് നമ്മളുള്ളത് ദുൽഹിജ്ജ മാസത്തിലാണ്. ദുൽഹിജ്ജ മാസത്തിലെ വരാൻ പോകുന്ന ദുൽഹിജ്ജ 9, ആ 9 അഥവാ അറഫ ദിവസത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അറഫ ദിവസത്തിന് പ്രത്യേകതയുണ്ട്, അറഫ ദിവസത്തിന് മഹത്വമുണ്ട്. ഹജ്ജിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മ അറഫയാണ്. അൽ ഹജ്ജു അറഫ, അങ്ങനെ നബി പറഞ്ഞത്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ്. അറഫയിൽ നിന്നവന് ഹജ്ജ് കിട്ടി, അറഫയിൽ നിന്നവന് ഹജ്ജ് കിട്ടി. അറഫയിൽ നിൽക്കാത്തവന് ഹജ്ജില്ല. അറഫയിൽ നിൽക്കാത്ത ഒരാൾക്ക് ഹജ്ജില്ല. ഇപ്പോൾ സൗദി അറേബ്യയിലെ ഹജ്ജിൻ്റെ ചരിത്രം ഇങ്ങനെ നോക്കുമ്പോൾ ആ ഹജ്ജിൻ്റെ ചരിത്രങ്ങളിൽ ഏറ്റവും വല്ലാത്ത വൈകാരികമായൊരു ഹജ്ജുണ്ട്. ഒരു പക്ഷേ സൗദി അറേബ്യയിൽ ക്രെയിൻ തകർന്ന്, അവിടെ ഹറമിൻ്റെ ജോലികളുമായി ബന്ധപ്പെട്ട ക്രെയിൻ തകർന്നു വീണ് അനേകം ആളുകൾ മരണപ്പെട്ട ഒരു വർഷമുണ്ട്, ഹജ്ജിൻ്റെ സമയം. ഒരു പക്ഷേ എല്ലാവരുടെയും മനസ്സിലുണ്ടാകും. അള്ളാഹു അവർക്കൊക്കെ പുറത്തു കൊടുക്കുമാറാകട്ടെ. അന്ന് ഹജ്ജിന് വന്ന് കുറേ ആളുകൾക്ക് പരിക്ക് പറ്റി, അവർ അപകടത്തിലായി, അവർ ഹോസ്പിറ്റലിലാണ്. അവരെ അറഫയിലേക്ക് കൊണ്ടുവന്ന വളരെ വൈകാരികമായ രംഗമുണ്ടായിരുന്നു. കൃത്യമായി അവിടെ പ്ലാൻ ചെയ്ത് അറഫയിലേക്ക് ആ പരിക്ക് പറ്റിയ മുഴുവൻ ആളുകളെയും അവിടെയുള്ള ഗവൺമെൻറ് കൊണ്ടുവന്നു. വളരെ സുന്ദരമായൊരു കാഴ്ചയായിരുന്നു. എന്തുകൊണ്ടാണത്? അവർ ഹോസ്പിറ്റലിലാണ് അവരുള്ളത്, പക്ഷേ അവരെന്ത് ചെയ്തു? അവരെ അറഫയിലേക്ക് കൊണ്ടു. അത് നബിയുടെ അധ്യാപനമാണ്. അവർ ഹജ്ജിന് വന്ന ആൾക്കാരാണ്. ഹജ്ജിന് വന്ന ഒരാൾ എന്ത് ചെയ്യണം? അയാൾ അറഫയിൽ നിൽക്കണം.
അറഫയിൽ അയാൾ ഉണ്ടാകണം. അപ്പോഴാണ് അയാളുടെ ഹജ്ജ് പൂർത്തി. അത് ഹജ്ജിന്റെ മഹത്വമാണ്, അറഫയുടെ പ്രത്യേകതയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു നമുക്ക് എല്ലാവർക്കും അറഫയിൽ നിൽക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, അറഫയുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, അറഫയിൽ നിൽക്കുന്ന ആളുകൾ അവർക്ക് ഒരുപാട് പ്രത്യേകത, അവർക്ക് ഒരുപാട് മഹത്തുണ്ട്. അവരുടെ ഹജ്ജ് ശരിയാകുന്നു, അവരുടെ പാപങ്ങൾ ഒരുപാട് മഹത്തുണ്ട്. എന്നാൽ അറഫയിൽ നിൽക്കാതെ കുറേ മനുഷ്യന്മാരുണ്ട്. അതിനവസരം കിട്ടാത്ത ആൾക്കാർ, ഹജ്ജിന് പോകാത്ത ആൾക്കാർ, അവരെന്താണ് ചെയ്യേണ്ടത്? അവർ ദുൽഹിജ്ജ 9 അന്ന് നോമ്പ് നോൽക്കുക എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ച കാര്യം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സിയാമു യൗമി അറഫ അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ സനത അല്ലതി ഖബലഹു വസ്സനത അല്ലതി ബഅദഹു. അറഫ ദിവസം നോമ്പ് നോൽക്കുകയാണെങ്കിൽ, ഈ അറഫ ദിവസം എന്ന് പറഞ്ഞാൽ അത് ദുൽഹിജ്ജ 9 ഇവിടെ അടിവരട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ എന്നാണ് അറഫ നോമ്പ് നോൽക്കേണ്ടത്? ലോകത്തുള്ള വിശ്വാസികൾ അറഫയിൽ സമ്മേളിക്കുന്ന അന്ന് നോമ്പ് നോൽക്കുക എന്നുള്ളതല്ല ശരിയായ നിലപാട്. അതല്ല ശരിയായ നിലപാട്. ഒരുപാട് വ്യത്യസ്തമായ അഭിപ്രായങ്ങളും തർക്കങ്ങളൊക്കെ ഉള്ള വിഷയമാണ്. അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത്. പല പണ്ഡിതന്മാരും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞു. പക്ഷേ ഇസ്ലാമിക ലോകത്തുള്ള പ്രാമാണികരായ സലഫുകളായ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരെല്ലാവരും പറയുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറഫ നോമ്പ് നോൽക്കാൻ പറഞ്ഞിട്ടുള്ളത് ദുൽഹിജ്ജ 9 ദുൽഹിജ്ജ 9. ആ നോമ്പ് നോറ്റാൽ കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ ഒരു വർഷത്തെ പാപം അല്ലാഹു പുറത്തു തരും. കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പാപം, വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപം എന്ത് ചെയ്യും? ആ ഒരൊറ്റ നോമ്പിലൂടെ നമുക്ക് പുറത്തു തരും. അതാണ് അതിൻ്റെ മഹത്വം. അപ്പം അതെന്താണ് നമ്മൾ നോൽക്കേണ്ടത്? നമ്മൾ നോൽക്കേണ്ടത് നാം ജീവിക്കുന്ന നാട്ടിൽ എന്നാണോ ദുൽഹിജ്ജ 9 അന്നാണ് നോൽക്കേണ്ടത്. നാം ജീവിക്കുന്ന നാട്ടിൽ എന്നാണോ ദുൽഹിജ്ജ 9 അന്നാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ആ നോമ്പ് നോൽക്കേണ്ടത്. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അല്ലാതെ അറഫയിൽ ആളുകൾ നിൽക്കുന്ന അന്ന് അറഫ നോമ്പ് നോക്കുക എന്നുള്ളതല്ല. ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമ്മുടെ അറഫ, നമുക്ക് ദുൽഹിജ്ജ 9 കഴിഞ്ഞിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്? അവിടെ അറഫ വരുന്നത്. നമ്മുടെ ദുൽഹിജ്ജ, അങ്ങനെ എൻ്റെ ഓർമ്മ, ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. മാറ്റമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അടുത്ത ഖുത്ബയിൽ ഞാൻ ക്ലിയർ ചെയ്യുന്നുണ്ട്. എന്തായാലും അതിൽ പ്രശ്നമില്ല. അറഫ ദിവസത്തെ നോക്കി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ നോമ്പ് നോക്കേണ്ട ആവശ്യമില്ല. ദുൽഹിജ്ജ 9 നമ്മൾ നോമ്പ് നോൽക്കുക. ദുൽഹിജ്ജ 10 നമുക്ക് എന്തായിരിക്കും? നമുക്ക് പെരുന്നാളാണ്. നമുക്ക് പെരുന്നാൾ. ഇപ്പം നമ്മളൊരു ദിവസം ബേക്കിലാന്ന് വിചാരിക്കും. നമുക്ക് ദുൽഹിജ്ജ 9 ആകുമ്പോൾ അവിടെ ദുൽഹിജ്ജ 8 വിചാരിക്കും. പ്രശ്നമല്ല. എന്നാണ് നമ്മുടെ നാട്ടിൽ മാസം കണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ അറഫ നോമ്പ് നോൽക്കേണ്ടത്. അതാണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ആ രീതിയിൽ നോമ്പ് നോറ്റാൽ എന്ത് ചെയ്യും? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ ഒരു വർഷത്തെ പാപം അതിലൂടെ അല്ലാഹു പൊറുക്കപ്പെടുമെന്നാണ് പഠിപ്പിച്ചത്. അതുകൊണ്ട് അറഫ നോമ്പ് നോൽക്കാൻ എന്ത് ചെയ്യുക? നമ്മൾ ഒരുങ്ങുക. എന്നാണ് ദുൽഹിജ്ജ 9 നോക്കി ആ ദിവസം നമ്മളും നമ്മുടെ മക്കളും ഭാര്യയും നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ നോമ്പ് നോൽക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം എന്നുകൂടെ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉദ്ഹിയ്യത്ത് കർമ്മം, നമ്മുടെ പള്ളിയിൽ ധാരാളം ആളുകൾ ഉദ്ഹിയ്യത്ത് കർമ്മത്തിൽ പങ്കുചേർന്ന് അല്ലാഹു അവർക്കെല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. വെള്ളിയാഴ്ച ദിവസം സുബഹി മുതൽ എന്ത് ചെയ്യും? ഇവിടുത്തെ ഉദ്ഹിയ്യത്തിൻ്റെ കർമ്മം ആരംഭിക്കും. വ്യാഴാഴ്ചയാണ് നമുക്ക് പെരുന്നാൾ. വ്യാഴാഴ്ച ഇൻഷാ അല്ലാഹ് 7:30 മണിക്ക് നമ്മുടെ ഈദ് നമസ്കാരം ആരംഭിക്കും. നമ്മുടെ ഒരു പ്രത്യേകത, നമ്മൾ പറഞ്ഞ സമയത്ത്, കഴിഞ്ഞ ചെറിയ പെരുന്നാൾക്ക് എല്ലാവർക്കും ഒരു പറഞ്ഞ സമയത്ത് നമ്മൾ ആരംഭിക്കും. ഒരു മിനിറ്റ് പോലും നമ്മൾ എന്തെങ്കിലും വൈകിയിട്ടില്ല. അതുകൊണ്ട് ആരും കാത്തു നിൽക്കില്ല. 7:30 മണി എന്ന് പറഞ്ഞ് 7:30 മണിക്ക് എന്ത് ചെയ്യും? നമ്മുടെ ഈദ് നമസ്കാരം തുടങ്ങും. നമ്മുടെ പള്ളിയുടെ മുൻപിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മഴയാണെങ്കിൽ നമ്മുടെ പള്ളിയുടെ ഉള്ളിലേക്ക് മാറ്റും. അതുകൊണ്ട് തന്നെ 7:30 മണിക്ക് പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടി എന്ത് ചെയ്യുക? എല്ലാവരും എത്തിച്ചേരാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ വെള്ളിയാഴ്ച ദിവസം രാവിലെ സുബഹിക്ക് എന്ത് ചെയ്യും? ഉദ്ഹിയ്യത്തിൻ്റെ കർമ്മങ്ങൾ ആരംഭിക്കും. ഉദ്ഹിയ്യത്ത് അറക്കാൻ പേര് കൊടുത്ത് അവിടെ നാട്ടിലുള്ള മുഴുവൻ ആളുകൾ എന്ത് ചെയ്യുക? അതിൽ വന്ന് പങ്കുചേരണം. അപ്പോഴാണ് നമ്മുടെ ഉദ്ഹിയ്യത്തായി മാറുക. അത് കമ്മിറ്റിക്കാരെ ഏൽപ്പിച്ച് പോകരുത്. ഞാൻ കഴിഞ്ഞ ഖുത്ബയിൽ ഞാൻ അത് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും എന്ത് ചെയ്യണം? അത് ശ്രദ്ധിക്കണം. ഒരു അള്ളാഹു പഠിപ്പിച്ച രീതിയിൽ ഒരു ഇബാദത്ത് ചെയ്യുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളുടെ അള്ളാഹു അവർക്ക് ശിഫ നൽകുമാറാകട്ടെ. നമ്മുടെ ഇടയിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ, പണ്ഡിതന്മാർ, അള്ളാഹു അവരുടെ എല്ലാവരുടെയും ഖബർ ജീവിതം സന്തോഷകരമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു അവരെയും നമ്മളെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. മക്കളില്ലാതെ വേദനിക്കുന്ന ധാരാളം സഹോദരങ്ങളുടെ അള്ളാഹു അവർക്ക് സ്വാലിഹുകളായ സന്താനങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട്, അള്ളാഹു അവർക്ക് നല്ല ജോലി നൽകി അവരെയും അവരുടെ കുടുംബത്തെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ജയിലുകളിൽ നിരപരാധികളായി കഴിയുന്ന ആയിരക്കണക്കിന് മനുഷ്യരുണ്ട്, അള്ളാഹു അവർക്ക് മോചനം
നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഅ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.